Hi dear students, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് കേട്ടോ. നോക്കാം ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അവസാന ഭാഗത്തിലുള്ള ഡിറ്റർമിനൻസ് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻവോൾവിംഗ് 3 വേരിയബിൾസ് ആണ്. ഈ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ എക്സും വൈയും സെഡും വേരിയബിൾ ആയിട്ടുണ്ട്, കൂടാതെ അതിനകത്ത് ആൽഫയും ബീറ്റയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 12 ആൽഫ പ്ലസ് 13 ബീറ്റയാണ്, റൈറ്റ്? അപ്പൊ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ടല്ലേ. എന്താണ് കണ്ടീഷൻ ഇവിടെ? ദ സിസ്റ്റം ഹാസ് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഡിറ്റർമിനന്റ് വാല്യൂസും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് D0, അതുപോലെ D1 0, D2 0 ആൻഡ് ഫൈനലി D3 ഈസ് ഓൾസോ 0. ഇതെല്ലാം തന്നെ 0 ആയിരിക്കും. ഇതാണ് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം D is equal to 0 എഴുതുന്നു. ദാറ്റ് ഇംപ്ലൈസ് ഡിറ്റർമിനന്റ്. നമുക്കറിയാം ഡി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ എഴുതുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 2y പ്ലസ് സെഡ് ആണ്. അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് -2, സെഡിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ 2x പ്ലസ് ആൽഫ വൈ പ്ലസ് 3z ആണ്. അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 2, വൈയുടേത് ആൽഫ, സെഡിൻ്റെത് 3 ആണ്. മൂന്നാമത്തെ അതേപോലെ നോക്കുമ്പോൾ 3 - 1 ബീറ്റ എന്ന് കിട്ടും, ആൻഡ് വിച്ച് ഇസ് ഗിവൺ ടു ബി 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, 1 ഇൻറ്റു നിങ്ങൾക്ക് കിട്ടുക ആൽഫ ബീറ്റ പ്ലസ് 3, മൈനസ് ഓഫ് -2 ബിക്കം +2, ആൻഡ് ദെൻ 2 ഇൻറ്റു നിങ്ങൾക്ക് കിട്ടുന്നത് 2 ബീറ്റ -9, ദെൻ +1 ഇൻറ്റു -2 -3 ആൽഫ എന്നുണ്ടാവും. ശരിയല്ലേ? -2 -3 ആൽഫ ദിസ് ഈക്വൽ ടു 0. സോ ഫ്രം ഹിയർ ആൽഫ ബീറ്റ പ്ലസ് 3 പ്ലസ് 4 ബീറ്റ -18 -2 -3 ആൽഫ ഈസ് ഈക്വൽ ടു 0. സോ ഫ്രം ഹിയർ ആൽഫ ബീറ്റ മൈനസ് 3 ആൽഫ പ്ലസ് 4 ബീറ്റ, നോക്കൂ 18 - 2 എത്ര കിട്ടും? -18 -2 -20, -20 plus 3 is -17, this equal to 0, and let's say equation number 1. റൈറ്റ്, ഇത് നമുക്ക് D1 0 ആണ്. അപ്പൊ നമ്മൾ D1 ഇതാണ്. D1 is equal to 0 implies ഡിറ്റർമിനന്റ് ഓഫ് D1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മളെ ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് കോളത്തിന് പകരം നമ്മൾ കോൺസ്റ്റന്റുകളാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, -453, അതാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ കോളം 1-ല്. അപ്പം -4 എഴുതി, 5 എഴുതി, 3 എഴുതി. ഇനി കോളം 2 മാറ്റമില്ല, കോളം 2 സെയിം ആണ്. കോളം 2 ഇത് തന്നെയാണ്, കോളം 3യും ഇത് തന്നെയാണ്, അത് മാറ്റമൊന്നുമില്ല. അപ്പൊ -2 ആൽഫ -1 എഴുതി, -2 ആൽഫ -1 എഴുതി. ഇവിടെയാണെങ്കിൽ 1 3 ബീറ്റ എന്ന് എഴുതി, ആൻഡ് ദിസ് വാല്യൂ ഈസ് ഈക്വൽ എന്താണ്? 0 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് ആൽഫ ഉണ്ട്, ഇവിടെ നമുക്ക് ബീറ്റ ഉണ്ട് അല്ലെ. ആൽഫയും ബീറ്റ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡിറ്റർമിനന്റ് ഇത്. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് വീണ്ടും 1 പോലത്തെ ഒരു ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. അപ്പൊ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതിനേക്കാൾ എളുപ്പത്തിൽ മാർഗം ഉണ്ടെന്ന് നോക്കാം. D2 = 0 എഴുതുകയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് D2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് കോളത്തിൽ നമ്മൾ കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. സെക്കൻഡ് കോളത്തിൽ എന്ന് പറയുമ്പോൾ നടുക്ക് -4 5 3 വരും. ഫസ്റ്റ് കോളത്തിൽ ആസ് യൂഷ്വൽ 1 2 3 തന്നെ, ആൻഡ് തേർഡ് കോളത്തിൽ മാറ്റമൊന്നുമില്ല, 1 3 ബീറ്റയാണ്. ഈ ഒരു ഡിറ്റർമിനന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഡിറ്റർമിനന്റ് അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ബീറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ബീറ്റ കിട്ടും. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ 1 ഇൻറ്റു ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, 5 ബീറ്റ -9 പ്ലസ് 4 ഇൻറ്റു ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 ബീറ്റ -9 എന്ന് കിട്ടും, പ്ലസ് 1 ഇൻറ്റു എന്ത് കിട്ടുക? 6 -15 എന്ന് കിട്ടും. ശരിയല്ലേ? ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0. സോ ഫ്രം ഹിയർ 5 ബീറ്റ -9 പ്ലസ് 8 ബീറ്റ -36, പിന്നെ 6 -15 is -9, which is equal to 0. So 5 beta plus 8 beta is 13 beta. -9 -36 -45, -9 is -54, which is equal to 0. So beta is equal to 54 divided by 13. Beta is 54 divided by 13. That beta value you can substitute in equation number 1. Now put the value of beta, put beta in 1, so what we get? Alpha into beta, right? Alpha into beta. Beta is 54 by 13. So alpha into 54 divided by 13, പിന്നെ ഉള്ളത് എന്താ നോക്കിയേ, -3 ആൽഫ അതങ്ങനെ തന്നെ എഴുതുക, പ്ലസ് അവിടെ ഉള്ളത് 4 into beta. So 4 into എന്താണ്? 54 by 13. Then what do you have? Equal to 17 ഉണ്ട് അല്ലെ. This equal to 17 ഉണ്ട്. And you solve this.
ഇഫ് യു സോൾവ് ദിസ് ഇക്വേഷൻ യു വിൽ ഗെറ്റ് ആൽഫ ആസ് 1/3. നിങ്ങൾ ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിയും. ഒരു 13 കൊണ്ട് അങ്ങ് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. Now the question they asked is 12 alpha plus 13 beta. So 12 alpha plus 13 beta ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യെസ്, നമുക്കത് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 into alpha is 1/3 plus 13 into beta is 54 divided by 13. So 13 cancelled. This is 4 plus 54, which is going to be what? 58. So what is the final answer? 58 is the final answer. So option 4 is the right answer. Clear? ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒറ്റ കാര്യം ഓർക്കുക, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ ഈ കണ്ടീഷൻസിൽ പഠിച്ചു വെക്കുക. ജസ്റ്റ് സോൾവ് ചെയ്യുക. കിട്ടിയ ഡിറ്റർമിനൻസ് എല്ലാം തന്നെ സോൾവ് ചെയ്യാതെ അടുത്ത ഡിറ്റർമിനന്റ് എഴുതിയിട്ട് എളുപ്പത്തിൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം ഉണ്ടോ എന്നുകൂടെ ചിന്തിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് പല സ്ഥലത്തും ഈ ഐഡിയാസ് യൂസ് ചെയ്യാൻ പറ്റും. സോ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.